ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ വന്നിട്ടുള്ളൊരു ചക്കയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ചെറിയ ചക്കല്ല, ഇടിക്കച്ചക്ക, അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ടൊരു ചെറിയ ചക്ക, അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. നല്ല ചെറിയ ചക്ക ആണ്, അത് മൂക്കാത്തത്, നല്ല ഇളം ചക്ക. അതിൻ്റെ ഒന്നും മൂത്തിട്ടൊന്നുമില്ല. അതൊരു കടലാസ് കൊണ്ട് അതിൻ്റെ മുളഞ്ഞീനില്ലേ പശ, അതൊക്കെ ഒന്ന് തുടച്ച് കളയണം. കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മുളഞ്ഞീനിങ്ങനെ വരും. അപ്പോൾ ഒരു കടലാസ് എടുത്തിട്ടൊന്ന് തുടച്ചാൽ മതി. അതിന് മുൻപ് തന്നെ കയ്യുമ്മൽ ഇത്തിരി വെളിച്ചെണ്ണ ഒന്ന് കയ്യുമ്മലൊക്കെ ഒന്ന് പരട്ടണം, അല്ലെങ്കിൽ അത് ഈ മുളഞ്ഞീന് കയ്യുമ്മൽ നല്ലോണം ഒട്ടും. അപ്പോൾ കടലാസ് കൊണ്ട് നന്നായി ഒന്ന് എല്ലാതും ഒന്ന് ആ വരുന്ന നല്ല ഫ്രഷ് ചക്കയാണ് കിട്ടുക. അതുകൊണ്ടാണ് ആ മുളഞ്ഞീന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നല്ല കട്ടിയാണ്, ഇതിൻ്റെ തൊലിയിലൊന്ന് താത്തി ചെത്തണം. 2-3 പീസാക്കിയിട്ട് ചെത്തിയാൽ മതി. അതല്ലെങ്കിൽ തീരെ അത് നല്ല കട്ടിയായ കാരണേ ഒരു ഓല ഉറപ്പുണ്ടാവും. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഒന്ന് നൈസ് എന്ന് പറഞ്ഞാൽ നല്ല നൈസാക്കണ്ട, ഒന്ന് വേവണം കനത്തിൽ, ഒരു അരഞ്ച് കനത്തിൽ ഇതൊന്ന് അരിഞ്ഞെടുക്കുക. വേണ്ട, അരഞ്ച് കനം ഉണ്ടാവും. അത് എണ്ണയിലിട്ടാൽ മസാലക്കായിട്ട് വെന്ത് വരണ്ട, പൊരിച്ചെടുക്കണ്ട. അപ്പോൾ എല്ലാതും ഇതുപോലെ അരഞ്ച് കനത്തിൽ അരിഞ്ഞ് കഴുകി നല്ല വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്, ഒരു പാത്രത്തിൽ കിട്ടുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി ഒരു കളറിന് വേണ്ടിയിട്ട്, 1 ടീസ്പൂണ് ചിക്കൻ മസാല, 1/2 ടീസ്പൂണ് ഉപ്പ്, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ, ഒരു 4 ടേബിൾ സ്പൂണ് 1/4 കപ്പ് വറുത്ത അരിപ്പൊടി. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ആദ്യമൊന്നും വെള്ളമൊന്നും ഒഴിക്കണ്ട, നന്നായി അതിലിപ്പോൾ കഴുകിയ വെള്ളത്തിൻ്റെ ഒരു നനവുണ്ടാവും. വെള്ളമൊന്നും തീരെ ഒഴിക്കണ്ട, ചക്ക കഴുകിയ ആ വെള്ളത്തിൻ്റെ ഒരു നനവുണ്ടാവും. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു കോട്ടിങ് ആയെന്ന് കുറവാണെന്ന് തോന്നുക വെച്ചാൽ ഒന്ന് തെളിച്ച് കൊടുക്കുക. തെളിച്ച് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ അത് വെള്ളം കൂടിയാൽ അത് കോട്ടിങ് പിടിക്കില്ല. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എരിവും ഉപ്പും ഒക്കെ നോക്കുക. തെളിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ചക്കാമലൊക്കെ എല്ലാവിടെയും മസാല പിടിച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു 2 ടീസ്പൂണ് സുർക്ക അല്ലെങ്കിൽ നാരങ്ങ നീര് ഏതെങ്കിലും ഒഴിച്ചാൽ മതി. നാരങ്ങ നീരുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ സുർക്ക. ഞാൻ സുർക്കയാണ് ഒഴിച്ചുള്ളത്, 2 ടീസ്പൂണ്. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി എണ്ണ. എന്നിട്ട് ഈ പീസ് ഓരോന്നായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇടുക. ഇനി അല്ലെങ്കിൽ കട്ട പിടിക്കും. ഈ കോൺഫ്ലവർ ഉള്ള കാരണം കട്ട പിടിക്കും. അങ്ങനെ പരത്തിയിട്ടിടണം ഓരോന്നായിട്ട്. അങ്ങനെ എല്ലാതും ഇതുപോലെ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ ഇങ്ങനെ കുറച്ച് ഇട്ടിട്ടുണ്ട്, ഓരോന്നായിട്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എപ്പോഴും ഉപ്പേരിയൊക്കെ വെച്ചിട്ടല്ല ഇത് കഴിക്കാറ്. ഇത് 4 മണിക്കൊരു സ്നാക്കായിട്ടും, അതല്ലെങ്കിൽ ചോറിൽക്കും ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്ക് വെച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് കഴിക്കുക. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഇടിക്കച്ചക്ക ചില്ലിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. രണ്ടാമത്തെ ട്രിപ്പ് ഞാനിതുപോലെ ഓരോന്നിങ്ങനെ ഇട്ടിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് ഇതാക്കിയാൽ മതി, അല്ലെങ്കിൽ അങ്ങനെ കരിഞ്ഞു പോകും. പിന്നെ മാവ് അതിൻ്റെ പുറത്തെ കോട്ടിങ് കരിഞ്ഞു പോകും, ഉള്ളു വേവില്ല. അപ്പോൾ
അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് കറിവേപ്പില, പച്ചമുളക് കീറിയതും കൂടിയിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എൻ്റെ മുകളിലിട്ടിട്ടുണ്ട്. അപ്പോൾ സോസിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കുക. അപ്പോൾ എല്ലാവരും എൻ്റെ ചക്ക ചില്ലിക്കൊന്ന് ലൈക്ക് തരണം കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.